ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 14-ാമത്തെ ഞായറാഴ്ച, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 28, 29, 30 ഈ വാക്യങ്ങൾ ഈശ്വനാഥൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ ഹൃദ്യമായ ഒരു ക്ഷണമാണ്, ഒരു ഇൻവിറ്റേഷൻ നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. തൻ്റെ കൂടെ വരാൻ വേണ്ടി ഈശോ നമ്മളെ ക്ഷണിക്കുന്ന ഒരു വചനഭാഗമായിട്ട് വേണം നമ്മൾ അതിനെ വായിച്ചെടുക്കാൻ. ആ വചനഭാഗം ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അരികിൽ വരുവൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നായിരുന്നു പഴയ ട്രാൻസ്ലേഷൻ. പുതിയ ട്രാൻസ്ലേഷൻ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. കാരണം എൻ്റെ മുഖം മൃദുവും ഭാരം ലഘുവും ആണ്. എൻ്റെ മുഖം മൃദുവും ഭാരം ലഘുവും ആണ്. മൃദുവും ലഘുവുമാണ് എന്നാണ് വാക്യങ്ങൾ. നമുക്ക് ഈശോ പങ്കുവെക്കുന്ന കുരിശ് നമ്മൾ പലപ്പോഴും വളരെ നെഗറ്റീവായ രീതിയിലാണ് ഈ നുകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരിശെന്ന് കുറച്ചുകൂടി ഈശോ അത് പറയുന്ന സമയത്ത് കുരിശിന്റെ ഒരു പശ്ചാത്തലം വന്നിട്ടില്ല. അത് കഴിഞ്ഞാണ് പിന്നീട് കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നതും കുരിശിൽ മരിക്കുന്നതും ഒക്കെ. നമ്മൾ അതിനുശേഷം പിന്നീട് ഈ നുകം എന്ന വാക്കിന് പകരം കുരിശ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകും, രോഗങ്ങളൊക്കെ ഉണ്ടാകും, എന്തൊരു കുരിശ നമ്മൾ പറയാറുണ്ട്, എന്തൊരു കുരിശ. ഇത് വളരെ നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ കുരിശെന്ന് പറയുന്നത്. പക്ഷെ ഈശോ അതിനെ പോസിറ്റീവ് സെൻസിൽ കാണാനായിട്ട് നമ്മളെ ക്ഷണിക്കുക. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുരിശുകളുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പ്രലോഭനങ്ങൾ, നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ, തൊഴിലിടത്തിലെ അസ്വസ്ഥതകൾ, ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ച ഇല്ലായ്മ, മക്കളുണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധി ക്ലേശങ്ങൾ നമ്മൾ കുരിശ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ജീവിത പങ്കാളിയെ കുറിച്ചോ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ തൊഴിലിടത്തിലെ യജമാനെ കുറിച്ചോ ഒക്കെ നമ്മളിങ്ങനെ അവൻ ഭയങ്കര കുരിശാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈശോ പറയുകയാണ്, ഈ കുരിശ് നിനക്ക് വഹിക്കാൻ പറ്റും. 3 കാര്യങ്ങളാണ് നമുക്ക് ഈ കുരിശ് വഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, 3 കാര്യങ്ങളാണ് നമ്മളെ കുരിശ് വഹിക്കാൻ സഹായിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സ്നേഹം തന്നെയാണ്. സ്നേഹം. നിനക്ക് എന്തിനോടാണോ സ്നേഹം കുറയുന്നത് അതാണ് നിനക്ക് ഭാരമായി അനുഭവപ്പെടുന്നത്, ജീവിതത്തിൽ ഭാരമായി അനുഭവപ്പെടുന്നത്. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തോട് നമുക്ക് താല്പര്യവും സ്നേഹവും കുറവാണെങ്കിൽ ആ വിഷയം നമുക്കൊരു ഭാരമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ ആസ്വദിച്ച് പഠിക്കും. അത് നമ്മൾ ഒരിക്കലും ഭാരമായി കണക്കാക്കിയില്ല. നമ്മളിങ്ങനെ വളരെ രസകരമായ ഒരു വസ്തുതയെ കണക്കാക്കും. നമ്മുടെ ബന്ധങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെയാണ്. എല്ലാം കാര്യങ്ങളും നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അത് ഒരു ആസ്വാദ്യപരമായ ഒരു വസ്തുതയായി മാറുന്നു. സ്നേഹമില്ലാതെ സ്വീകരിക്കുമ്പോൾ കുരിശ് അല്ലെങ്കിൽ നരകമായി മാറുന്നു. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് തൻ്റെ ജീവിത പങ്കാളിയോട് എത്ര അളവിൽ സ്നേഹമുണ്ടോ ആ അളവിൽ ആ ജീവിത പങ്കാളി ഭാരമല്ല. അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഭാരമല്ല. ഇനി ആ ജീവിത പങ്കാളിയോട് സ്നേഹം കുറയുകയാണെങ്കിൽ ആ കുറയുന്ന അളവിൽ അത് ഭാരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതളവിൽ സ്നേഹം കുറയുന്നോ ആ അളവിൽ അത് ഭാരമായി വർദ്ധിക്കും. ഏതളവിൽ സ്നേഹം കൂടുന്നോ ആ അളവിൽ അത് ഭാരം എന്നതിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആനുപാതികമാണ്. ഇത് വ്യക്തമായിട്ട് ഇതൊരു തിയറിയാണ്. നമുക്കിത് ഏത് തലത്തിലും അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നൊരു ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതെന്ന് ചൂട് ഭാരം കുറഞ്ഞതുമാണ്, അല്ലെങ്കിൽ മൃദുവും ലഘുവുമാണ് എന്ന് പുതിയ തർജ്ജമയിൽ പറയുന്നത്. അത് ഈശോ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ അത് മൃദുവായി മാറുന്നു, എങ്ങനെ അത് ലഘുവായി മാറുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്: നീ അതിനെ സ്നേഹിക്കുക, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അത് ഭാരമില്ലാതായി മാറും. എല്ലാ ഹൈക്യൂ ഇതിലൊക്കെ പറയുന്ന പോലെ തൊപ്പിപ്പുറത്തിരിക്കുന്ന മഞ്ഞ് അത് എൻ്റേതാണെന്ന് ഞാൻ എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് ഭാരമല്ലാതായി മാറുന്നു എന്നൊക്കെ പറയുന്ന വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു വ്യക്തമായൊരു തിയറിയാണ്. നമുക്ക് ഏത് കാര്യത്തോടാണോ സ്നേഹമുള്ളത് ആ സ്നേഹമുള്ള കാര്യം നമുക്ക് ഭാരമല്ലാതായി മാറും. നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം, ഇപ്പോൾ നമ്മൾ ചിലർ ഏറ്റെടുക്കുന്ന നിർബന്ധിച്ച് ചില കോഴ്സിനൊക്കെ പോയിട്ടൊക്കെ ചില ജോലിയൊക്കെ ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ജോലിയൊക്കെ ഭാരമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ
പോകുന്നു വരുന്നു, യാതൊരു വിധത്തിലും അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്തില്ല, ജീവിതം തന്നെ മടുത്തു എന്ന രീതിയിലാണ് ചില ജോലിയിലൊക്കെ ചില ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്നേഹത്തോട് അല്ല അവരതിനെ കൈകാര്യം ചെയ്തത്. പക്ഷെ അതിനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് ഭാരമില്ലാതെ മാറും എന്നുള്ളതാണ്. ഭക്ഷണമാണെങ്കിലും നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും ഉത്തരവാദിത്തങ്ങളാണെങ്കിലും എല്ലാം ഇത് തന്നെ ബാധകം. നമുക്കിനി രണ്ടാമത്തെ പോകും രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. മുമ്പ് പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ്. യേശു എന്ന മരപ്പണിക്കാരന്റെ വീടിന് മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ വില്യം ബാക്ലിയുടെ കമന്ററിയിൽ നമ്മൾ വായിക്കും. ഞാൻ നിർമ്മിക്കുന്ന നുകം നിന്റെ മൃഗത്തിന് കൃത്യം അളവിലുള്ളതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു നുകം, ഒരു ലിഖിതം നമുക്ക് ആ വീടിന് മുമ്പിൽ കാണാൻ സാധിക്കുമായിരുന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. ഒരു സാങ്കല്പികമായ ഒരു കാര്യമാണ്. പക്ഷെ അത് സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നമ്മുടെ ബലം എന്താണെന്നുള്ളത്. നമുക്ക് പൊക്കാൻ പറ്റാത്ത ഒരു കുരിശ് നമ്മുടെ ചുമലിലേക്ക് ദൈവം ഒരിക്കലും വെച്ചിരുത്തില്ല. നമുക്കൊരു രോഗമുണ്ട്, മറ്റൊരാൾക്ക് ഇല്ലാത്ത ഒരു രോഗം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇല്ലാത്തൊരു പ്രശ്നം, മറ്റൊരാൾക്കില്ലാത്തൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഓർത്തോണം, ഈ നമ്മളുടെ ഉൾക്കരുത്തറിയാവുന്ന ദൈവം ആ കരുത്തിന് ഒത്ത ഭാരം മാത്രമേ ഇവിടെ പുറത്തു വെച്ചിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ചുമക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാരത്തെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ, നമ്മളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ അതിന് പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട്. ഗെത്സമനിയിലെ പ്രാർത്ഥനയൊക്കെ അതിനുവേണ്ടി തന്നെയായിരുന്നു. പിതാവിനോടുള്ള സ്നേഹത്തിന്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ നാളെ ചുമക്കാൻ പോകുന്ന കുരിശിന്റെ ഭാരം കുറയും എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ ഇരുന്ന് പിതാവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ, ആ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ പിതാവായി ദൈവം വെച്ച് തന്നിരിക്കുന്ന വലിയ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, മനസ്സിന്റെ ആ ബലം, ബലിയായി മാറാനുള്ള ബലം, അത് ക്രിസ്തു തിരിച്ചറിയുന്നു, ഈശോ തിരിച്ചറിയുന്നു. എന്നിട്ട് ബലവാനായി മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ അടുത്ത ദിവസം കാണുന്നത്. ഗെത്സമനിയിലെ തോട്ടിൽ നിന്നും ആ കുരിശിന്റെ വഴി യാത്രയിൽ ഈശോ പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥമായി ദൈവവുമായൊരു ബന്ധത്തിലാകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നേരത്തെ തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ആ ശക്തി കൊണ്ട് നമുക്ക് ആ പ്രശ്നത്തെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ ചുമട് ലഘുവായി നമുക്ക് പരിണമിക്കും. ഇതാണ് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഉൾക്കരുത്തിനെ തിരിച്ചറിയുമ്പോൾ ചുമലിരിക്കുന്ന ഭാരം സഹനീയമാണ്, അല്ലെങ്കിൽ അത് വഹിക്കാവുന്നതാണ്, ഉൾക്കൊള്ളാവുന്നതാണ്. അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. ഒന്ന് സ്നേഹിക്കുക, രണ്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തത് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ. എന്നിൽ നിന്ന് പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? ഈശോ പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മീക്ക് ആൻഡ് ഹംബിൾ. ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ശാന്തമായി ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു ശാലവും എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരു നിശ്ചലത, ഒരു സ്റ്റിൽനെസ്, ഒരു കാംനെസ് എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ശാന്തി ഞാൻ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അതൊരു ശരണപ്പെടലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരണപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ സ്നേഹത്തെ കുറിച്ചാണെങ്കിൽ, രണ്ടാമത് പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ച്. പ്രാർത്ഥന വിശ്വാസത്തിന്റെ. മൂന്നാമത്തത് ഈ ശാന്തത എന്നൊക്കെ പറയുന്നത് ശരണപ്പെടുന്ന ആൾക്കുള്ള. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. യേശു, ഞാനെങ്കിലും ശരണപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ചാഞ്ചാട്ടങ്ങളില്ല, യാതൊന്നിനും എന്നെ കുരുക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ശാന്തമായിരിക്കും എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ തരം. അത് പഠിക്കുക, ഈശോയിൽ നിന്ന് ഈശോയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിനീത ഹൃദയനാണ്, എൻ്റെ എളിമ. ഈ ശാന്തതയും വിനീത ഹൃദയവും, ശാന്തശീലവും വിനീത ഹൃദയവും, ഈ രണ്ട് കാര്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അതിനെ വിളിക്കാവുന്ന ഒരു പേരാണ് ജെന്റിൽനെസ്, മാന്യത. വളരെ മാന്യമായിട്ട് ഇടപെടാൻ സാധിക്കുക, വളരെ ശാന്തമായി, വളരെ സ്ലോയിൽ ആലോചിച്ച് ചിന്തിച്ച് ഇടപെടുക, വിനീതമായി ഇടപെടുക, എളിമയോടുകൂടി ഇടപെടുക. അങ്ങനെ ഇടപെടാൻ സാധിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് മാന്യത. മാന്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്ന പറയുന്നത്. അത് ഈശോയുടെ ഒരു കുലീനത എന്നൊക്കെ പറയുന്നത് ഈശോയുടെ ആ മാന്യതയാണ്, ഈശോയുടെ ആ ശാന്തതയാണ്, ഈശോയുടെ ആ ലാളിത്യത്തോടുകൂടി ഇടപെടാൻ സാധിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ വിശുദ്ധരെയൊക്കെ നമ്മൾ വണങ്ങുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ കുലീനത ഉണ്ടായിരുന്നു, ഈ മാന്യതയുടെ കുലീനത ഉണ്ടായിരുന്നു. അവരിങ്ങനെ
ഒരു അവരുടെ പേഴ്സണാലിറ്റിയുടെ റിച്ച്നെസ് ആണ് ആകൃതി. നമുക്കതില്ല. നമ്മൾ പലതിലും ഡിസ്റ്റർബ്ഡ് ആണ്. ഇങ്ങനെ ശാന്തത സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യം അഹങ്കാരമുണ്ട് താനും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാന്യമായി പെരുമാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ അപകടം. പക്ഷെ പറയാ, എന്നിൽ നിന്ന് പഠിക്കുക. എന്നിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാ: എൻ്റെ ശാന്തത, എൻ്റെ വിനീത അവസ്ഥ, വിനീതമായി ഇടപെടുന്ന അവസ്ഥ, വിനീത ഹൃദയം. അങ്ങനെ പറയുന്നത് ആ ഹൃദയത്തിന്റെ പ്രത്യേകതയായിട്ട് തന്നെ പറയുന്നത് വിനീത ഹൃദയം. അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിനക്ക് വലിയ ഭാരമായിട്ടൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? നിന്റെ ഉത്തരവാദിത്തങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഈ 3 വഴികൾ ട്രൈ ചെയ്യുക. 1, അതിനെ കാര്യമായിട്ട് സ്നേഹിച്ചു തുടങ്ങുക. 2, ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് നിന്റെ ഉള്ളിലെ ബലം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. 3, കർത്താവിന്റെ പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്നത്, സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്ന ശാന്തതയും വിനീത ഹൃദയവും എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് സ്വയം വളരാൻ ശ്രമിക്കുക. ഈ 3 വഴികൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഭാരമെന്ന് തോന്നുന്ന എല്ലാറ്റിനെയും, ആ ദാമ്പത്യം, സമർപ്പിത ജീവിതം, സൗഹൃദം, തൊഴില്, ഉത്തരവാദിത്തങ്ങൾ, പഠനം, എന്തിനേയും നമുക്ക്, രോഗം, കഷ്ടപ്പാടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിന്റെ ഭാരം മൃദുവും ചുമട് ലഘുവുമാണ് എന്ന് പറഞ്ഞ ഈശോയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. അതുകൊണ്ടാണ് ഈശോ ധൈര്യമായിട്ട് നമ്മളോട് പറയുന്നത്, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ രീതിയിലേക്ക് വരിക, നമുക്ക് അല്പം വിശ്രമിക്കാം. തിബേരിയസിന്റെ തീരത്തിരിക്കുമ്പോൾ ഈശോ പറയുന്നത് അങ്ങനെയാണ് ശിഷ്യന്മാരോട്. ആ രാത്രിയിൽ ഉടനീളം കടലിൽ കിടന്ന് അധ്വാനിച്ച് അവസാനം ഈശോ പറഞ്ഞതനുസരിച്ച് മീനൊക്കെ കിട്ടി തീരത്തേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്ന് പ്രാതൽ കഴിക്കും, കുറച്ച് വിശ്രമിക്കാമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശ്രമിക്കാം, വിജന സ്ഥലത്തേക്ക് പോവാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രേയർഫുൾനെസ് എന്ന് പറയുന്നത് റെസ്റ്റിങ് തന്നെയാണ്. എവിടെയെങ്കിലും ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കാം, വിശ്രമിക്കാം എന്ന് തന്നെയാണ് അർത്ഥം. നമുക്ക് ഒരു വിജന സ്ഥലത്തേക്ക് പോവാം, വിശ്രമിക്കാം എന്ന് തന്നെ അർത്ഥം. നമുക്ക് അക്കരയ്ക്ക് പോവാം, വിശ്രമിക്കാം എന്നാണ് അർത്ഥം. വരുവിൻ പ്രാർത്ഥന കഴിക്കാം, വിശ്രമിക്കാം എന്ന അർത്ഥം. നമ്മൾ ക്ഷണിക്കുക ഈശോ, ഈ ക്ഷണം നമ്മൾക്ക് സ്വീകരിക്കാം. ഈ 3 വഴികളിലൂടെ നമുക്ക് എല്ലാ ഭാരങ്ങളെയും ഏറ്റവും മൃദുവും ലഘുവുമാക്കി തീർക്കുവാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.